ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നിങ്ങൾക്കറിയാമോ, 80% പാരൻസും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്താൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരാണ്, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. ഓൺലി 20% പാരൻസ് മാത്രമാണ് സഫിഷ്യന്റ് ഫണ്ടോടുകൂടി അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, വിത്തൗട്ട് പ്രോപ്പർ പ്ലാനിങ്. അതാണ് അവരുടെ ജീവിതം. അതായത് കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാതെ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാതെയും ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ട്രഗിൾ ജീവിതത്തിൽ വരുന്നത്. നമ്മളൊരു കുട്ടി ജനിച്ചാൽ അന്ന് മുതൽ അതിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ട ഒരു പ്ലാനിങ് നടത്തിയിരിക്കണം. എന്നാലാണ് ആ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷനൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്ക് നല്ലൊരു ഫണ്ട് സ്വരൂപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇന്ന് ദിനം പ്രതി അല്ലെങ്കിൽ വർഷം തോറും വിദ്യാഭ്യാസ എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഒരു കുട്ടി ജനിച്ച് 10-20 വർഷം കഴിഞ്ഞിട്ട് വരുന്ന അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇന്നുള്ളതിൻ്റെ ഒരു 20% കൂടുതലായിരിക്കും അന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ട നല്ല രീതിയിലുള്ള പ്ലാനിങ് നടത്തിയിരിക്കണം. പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, അവർ വിചാരിക്കുന്നത് കുട്ടി ജനിച്ചല്ലേ ഉള്ളൂ, അതിൻ്റെ എഡ്യൂക്കേഷന് ഇനിയും സമയമുണ്ടല്ലോ, 10-20 വയസ്സാകുമ്പോഴത്തേക്കല്ലേ ഹയർ എഡ്യൂക്കേഷൻ വരുന്നുള്ളൂ, അന്നേരം നോക്കാമെന്നാണ്. ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇൻകം ഉണ്ടായില്ല എന്ന് വരാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ജോലി എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടാവാം, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സേവിങ്സ് നടത്താൻ സാധിക്കാതെ വന്നേക്കാം. അപ്പോൾ ഒരു 1-2 വർഷം കൊണ്ടൊന്നും നമുക്കൊരു എഡ്യൂക്കേഷൻ ഫണ്ട് സ്വരൂപിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുട്ടി ജനിക്കുമ്പോഴേ തന്നെ അതിനു വേണ്ട ഒരു പ്ലാനിങ് റെഡിയാക്കി അന്ന് മുതൽ അതിനു വേണ്ടി സേവ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും. കുട്ടികൾക്ക് അവരുടെ ഡ്രീംസ് ഫുൾഫില്ല് ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വളരെ നേരത്തെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അഥവാ എന്തെങ്കിലും ഒരു കാരണവശാൽ അതിന് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആരും വിഷമിക്കേണ്ടതില്ല. ഇപ്പോഴും അത് ചെയ്യാം. കാരണം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ഇത്തിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ചെയ്യുന്നത്. കുട്ടിക്ക് മാക്സിമം ഒരു 5-8 വയസ്സിനുള്ളിൽ തന്നെ അതിൻ്റെ എഡ്യൂക്കേഷന് വേണ്ട പ്ലാനിങ് റെഡിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായ കാര്യം. ഇനി അത് കഴിഞ്ഞു പോയിട്ടുള്ളവർ വിഷമിക്കേണ്ട, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പ്രോപ്പർ ഗൈഡൻസോട് കൂടി പ്ലാനിങ് റെഡിയാക്കാനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.